കഴിഞ്ഞ 100 വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ, അതായത് കോട്ടക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ അറിയണം. ഇവിടെ തികച്ചും സൗജന്യമായിട്ട് ഒരുപാട് സംഭവങ്ങൾ കിട്ടാം. ആയുർവേദം മാത്രമല്ല, അലോപ്പതിയിലും ചികിത്സ നൽകുന്നുണ്ട്. അതായത് ഡോക്ടർ സേവനം സൗജന്യം, അതേപോലെ തന്നെ ഇവിടുത്തെ മെഡിസിൻ സൗജന്യം, ഇവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൗജന്യങ്ങൾ, IP സൗജന്യം, OP സൗജന്യം, ഭക്ഷണം സൗജന്യം, ലാബുകളിൽ സൗജന്യമായിട്ട് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഫിസിയോതെറാപ്പി സൗജന്യം നടക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യട്ടെ, ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ ആയുർവേദശാലയിൽ നമ്മൾ പേയ്മെൻറ്റ് നൽകി തേടുന്ന ചികിത്സ പോലെ തന്നെ അതേ ക്വാളിറ്റിയോട് കൂടിയാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിലും സാധാരണക്കാരായ രോഗികൾക്ക് കിട്ടുന്ന ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് OP ഉണ്ട്, മോഡേൺ മെഡിസിൻ്റെ OP ഉണ്ട്. അപ്പോൾ നമുക്കുള്ളത് 3 ഡോക്ടേഴ്സാണുള്ളത്. എൻ്റെ സീനിയർ ആയിട്ടുള്ള 2 ഡോക്ടർമാരും ഞാനുമാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള കേസാണ് നോക്കുന്നത്, അതായത് സാധാരണ അസുഖങ്ങളാണ്. ഒരു സ്പെഷ്യാലിറ്റി രാവിലത്തെ OPയിൽ ഇല്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉച്ചയ്ക്ക് 2 തൊട്ട് 5 വരെ ഞങ്ങൾക്കൊരു ഫിസിഷ്യൻ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനവും ഇവിടെ ലഭിക്കും. നമ്മളുടെ ഇവിടുത്തെ ആയുർവേദശാലയുടെ ധർമാസ്പത്രിയിൽ സമയം പേഷ്യൻസിന് രാവിലെ 8 മണി മുതൽ 10:45 വരെയും, പിന്നെ ഉച്ചയ്ക്ക് 2:45 മുതൽ 3:45 വരെയും. ഇതല്ലാണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് നമുക്കൊരു സ്പെഷ്യൽ OP ഉണ്ട്. ബേസിക്കലി അത് ക്യാൻസർ OP ആണ്. അത് രാവിലെ 8 മുതൽ 1 മണി വരെയുമുണ്ട്. എവിടെ വീട്? എവിടെ? ഞാൻ ബാംഗ്ലൂരാ. എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഇവിടെ എൻ്റെ വെല്ലച്ചൻ ആക്ച്വലി സ്ട്രോക്ക് വന്നിട്ട് ഒരു 6 years ആയിട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആള് പാരലൈസ്ഡ് ആയിരുന്നു. സോ ആളുടെ അനുഭവം കണ്ടിട്ട് ഐ ഹാവ് സീൻ ഹിം റിക്കവർ. ബേസിക്കലി ആളിന്ന് ഓടിച്ചാടി തുള്ളി സ്ട്രോക്ക് വന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് കൊറോണ സമയത്ത് സ്ട്രോക്ക് വന്നതാ. അപ്പൊ ഡോക്ടേഴ്സ് ആ ടൈം മുതൽ എഫേർട്ട് ഇട്ടിട്ട് ഹീസ് റെഡി ടുഡേ. ആളാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തന്നെ. അപ്പൊ നമുക്ക് ലൈവ് എക്സാമ്പിൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളപ്പോൾ അവിടെ നിന്ന് വന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ഫുഡ്, ആൾക്കാർ, തെറാപ്പിസ്റ്റ്, ഡോക്ടേഴ്സ്, ദ മെയിൻ ഇതൊരു ടീം വർക്കാണ് ബേസിക്കലി പറഞ്ഞാൽ. ഡോക്ടേഴ്സ് മാത്രമല്ല, ഇവിടെ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മുടെ ഗേറ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ അകത്ത് വരെ, ഈ ബെഡിൽ കിടക്കണ വരെ ആൾക്കാരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ദാറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് എ ഫാമിലി. എന്താ അസുഖം? എനിക്ക് ഇവിടെ നെക്ക് പെയിനും ഡിസ്കിനും പ്രോബ്ലം, കയ്യും ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആവാം. പിന്നെ ഞാൻ ഫുൾ ഓൾമോസ്റ്റ് 95% റിക്കവർ ആയി. ഇനി 1 month റെസ്റ്റ് എടുക്കണ പോലെ റീകൺസ്ട്രക്ട് ചെയ്തു. ബാംഗ്ലൂർ എവിടെ? ഞാൻ ബാംഗ്ലൂർ ജലഹലി. എന്താ പേരെന്താ? എന്റെ പേര് മുഹമ്മദ് കുട്ടി. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? എന്താ അസുഖം? എന്തായിട്ട് വന്നാ? എനിക്ക് കാലിന്റെ വേദനയും കാലിന്റെ തരിപ്പല്ലേ, മുട്ടുവേദന എല്ലാം കൂടി വന്നാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ആശ്വാസം ഉണ്ട് അല്ലേ? മ്യൂസിയം കാണാനോ? ആ കെട്ടിടത്തിലാണ് ഔട്ട് പേഷ്യൻ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നടുവിൽ ഇങ്ങനെ ഒരു മേശ നിറച്ച് അപ്പുറത്തൊക്കെ 2-3 ആൾക്കാർ ഡ്രിപ്പ് കൊടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടാവും. ആ ഡ്രിപ്പ് കിടത്തിയത് കാണാൻ നാട്ടുകാർ ചിലർ കാണാൻ വന്നു. കാരണം അവർക്ക് അത് കണ്ടിട്ടില്ല. അവർ തിരൂരോ മഞ്ചേരിയോ ഒന്നും പോയിട്ട് ആസ്പത്രിയിൽ പോയിട്ട് പരിചയമില്ലാത്തവർ, അല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇതന്നെ ഒരു അത്ഭുതമായിരുന്നു. ഡ്രിപ്പ് കൊടുത്ത് ഇങ്ങനെ കിടത്തുന്നത്. അങ്ങനെയൊക്കെയാണ് തുടങ്ങിയതെന്ന് മാത്രമല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് PSY ആയിട്ട് തുടങ്ങിയൊരു ഇതാണ്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണ ആളുകൾക്ക് നല്ല ചികിത്സ കൊടുക്കും. അപ്പോൾ നമ്മൾ പെയ്ഡ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ ചികിത്സ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആളുകളിൽ എത്തട്ടെ. ഇവർ നൽകുന്ന സേവനം ഒരുപാട് ആളുകളിൽ എത്തട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.